ഇന്ന് നമ്മൾ അഫർമേഷൻസ് ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. പവർ ഓഫ് വേർഡ്സ് നമുക്ക് ഒരുപാട് സയന്റിഫിക്കലി ഒന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഒരു ഫംഗ്ഷന് പോയി, ഒരു പാർട്ടിക്ക് പോയി, നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഗ്രൂമിങ് ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാള് വരുന്നു. ഒരുപക്ഷെ നമ്മളെ കുറച്ച് മുന്നേ കണ്ട ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആയിരിക്കാം. വെറുതെ കാഷ്വൽ ആയിട്ടൊരു ടോക്കാണ്. ആ, എന്താണ് ആകെ അങ്ങ് മെലിഞ്ഞു പോയല്ലോ, ക്ഷീണം പിടിച്ചല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, നമുക്ക് ആ ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് വേറെ ആകെ ഒന്ന് കറുത്തിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവരൊന്ന് മീറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് കറുത്തിട്ടുണ്ടല്ലോ, എന്ത് വെയിൽ കൂടുതലായിട്ട് കൊണ്ടോ? അതല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് തടിച്ചല്ലോ, അത് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാം. ഏത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സംസാരം, ഒരു ഡയലോഗ് നമ്മൾ കേൾക്കുന്നു. പിന്നെ നമ്മൾ ആ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല കോസ്റ്റ്യൂം ഇട്ടതിന്റെ ഒരു ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നോട്ട് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യട്ടോ. ഇല്ല ഇല്ല സർ, ഒരിക്കലും ഉണ്ടാകത്തില്ല. ബിക്കോസ് അതൊരു ബോഡി ഷേമിംഗ് ആണ്. അത് പലർക്കും അറിയത്തില്ല ഇങ്ങനെ പറയുന്നത് ഒരു ബോഡി ഷേമിംഗ് ആണെന്നുള്ളത്. അതൊക്കെ എന്താ അവര് കാഷ്വലായിട്ട് സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് പറയുന്നതായിരിക്കാം. ചില ആൾക്കാർ പേർപ്പസ്ലി ചിലപ്പോൾ ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ചിലർ ജലസം കൊണ്ടായിരിക്കും. പല റീസൺസ് കാണും ഇതിന്റെ പുറകില്. അതാണ് അതിനെ Then നമ്മള് ഓവർകം ചെയ്യാന്നുള്ളതാണ് ആ സിറ്റുവേഷനെ. നമുക്ക് അതിനെ ലെറ്റ് പിന്നെ ഇറ്റ് ഗോ എന്ന് നമുക്ക് വെച്ചേക്കണം. നമുക്ക് എത്ര ഫുഡ്, നല്ല ടേസ്റ്റി ഉള്ള ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നമ്മുടെ അവിടെ ആ ഒരു നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ ഒരു മൈൻഡ് സ്റ്റേറ്റ് മാറുകയാണ്. ചില ആളുകൾക്ക് ആ ഒരു ഫങ്ഷൻ മാത്രമായിരിക്കില്ല, അതിനുശേഷം അവർ വീട്ടിൽ വന്നിട്ട് അതിൽ തന്നെ കടന്നുകൂടി ചിന്തിക്കാറുണ്ട്. എന്നാലും എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്, ശരിയാണല്ലേ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ ആകെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതായിരിക്കും കുറച്ചു നാൾ മുന്നേ മറ്റൊരാൾ പറഞ്ഞു, അതിങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ ചെയിനായിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ എവിടെയോ എത്തും. നമ്മള് മൺചിത്രത്താഴിലെ ആ കുതിരവട്ടം അപ്പുവിന്റെ ക്യാരക്ടർ ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ. ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് അങ്ങനെ എത്തും. അത് മനസ്സിന്റെ ഒരു ഈ വാക്കുകളോട് പ്രതികരിക്കാനുള്ള മനസ്സിന്റെ ഒരു എബിലിറ്റിയാണ് അവിടെ നമുക്ക് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതേ ക്വാളിറ്റി, മൈൻഡിന്റെ ഇതേ ക്വാളിറ്റി ഉപയോഗിച്ച് പോസിറ്റീവായി നമ്മുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് സിംപ്ലി അഫർമേഷൻസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മള് വലിയ ടൂളാണ്, സംഭവമാണെന്ന് കേൾക്കുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് ഒരു വാക്കിനോട് പ്രതികരിക്കുന്നുണ്ടോ, ഈവൻ അത് നെഗറ്റീവ് വാക്കാണെങ്കിൽ പോലും നമ്മൾ അത് കുറേ നാള് ചിന്തിച്ച് അതില് നമ്മൾ സ്റ്റക്ക് ഓൺ ആയി നിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോ അതിനെ നേരെ നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടി മാറ്റുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അഫർമേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അഫർമേഷൻസ് അത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബോഡി ഷേമിങ് കേട്ട് വന്ന് നമ്മുടെ മനസ്സിലും അത് ഉറച്ച്, അല്ലെങ്കിൽ നമ്മളും അതിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കെങ്കിൽ, പിന്നെ നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യാണ്, ഞാൻ വളരെ സുന്ദരനും, എന്താ പറയാ, ഊർജ്ജസ്വലനും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 10,000 അഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് അതിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അഫർമേഷൻസ് നമുക്ക് വർക്ക് ചെയ്യൂ. ഇപ്പോ ചില കുട്ടികളൊക്കെ ഉണ്ടാവും,
എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഇപ്പൊ സാറ് വന്നിട്ട് അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ട് അനൗൺസ് ചെയ്യാണ് നാളെ എക്സാം അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ ആളുടെ മൈൻഡ് അയ്യോ എക്സാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആള് പോയി. ചിലപ്പം നാളെ ഇല്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ എന്താണ് പിന്നെ മലയാളം എക്സാം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ നാളെ ഉണ്ടാവും എന്നായിരിക്കും അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പൊ തന്നെ ഈ മൈൻഡ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ആ, ഉള്ളിലെ പ്രോഗ്രാമിങ് അങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ അതിനെ വളരെ ഫണ്ണി ആയിട്ട് എടുക്കുക. നമ്മൾ ഇപ്പോ എഴുതുക, പറയുക, ഇത് രണ്ടും അഫർമേഷൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് സെന്റൻസ് വെച്ച് എഴുതുക എന്നത് മാത്രമല്ല അഫർമേഷൻസ്, അത് ഒരു പാർട്ടാണ്. ഇതിലേക്ക് നമുക്ക് വരാം. ദെൻ ഈ നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു അഫർമേഷൻ. ഇപ്പൊ നേരെ മറിച്ച് എക്സാം അനൗൺസ് ചെയ്യുമ്പോൾ വേറൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെയാണ് അതിനെ, ഓ എക്സാം ഒക്കെ എന്ത്, അതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാം, നമുക്ക് ഇത്ര ഇത്ര പോർഷൻസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടി റിവൈസ് ചെയ്യാം, നാളെ എഴുതുക. ആ ഒരു മൈൻഡിൽ ആണ് ഒരു കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അവൻ എത്ര അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അവിടെ അതിനെ സമീപിക്കുന്ന അപ്രോച്ചാണ് നമുക്ക് ആ ഒരു അഫർമേഷൻസിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും സഹായിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് ഈ അഫർമേഷൻസ് വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഒരു ഒരു സീക്വൻസിലാണല്ലേ നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലെറ്റിംഗ് ഗോ പഠിച്ചു. അതാണ് ബെസിമാം തുടക്കത്തിൽ പറഞ്ഞത്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മളൊരു സീക്വൻസിൽ ഇങ്ങനെ പോവാണ്. അപ്പം ലെറ്റിംഗ് ഗോ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ടോക്ക്, ആ ടോക്ക് നമ്മൾ ലെറ്റിംഗ് ഗോ ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ പറഞ്ഞതല്ല ശരിക്കും ഉള്ള ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ അഫർമേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടാൻ കഴിയും. ഇപ്പോ നമുക്കറിയാം പല ആളുകളുടെയും ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ ഒരു ഒറ്റ കമന്റിലായിരിക്കാം. നമുക്കറിയില്ല, അതിന്റെ റൂട്ട് കോസ് പഠിച്ച് ചെന്ന് നോക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അതറിയാം. ഏതോ ഒരു സമയത്ത് ടീച്ചർ ആ സ്റ്റുഡന്റിനോട് പറഞ്ഞിട്ടുണ്ടാകും. ആപ്ലിക്കബിൾ ആണോ സാർ? Yes. ഇത് വീട്ടുകാർ പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആണോ? വീട്ടുകാർ പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കും. വീട്ടുകാർ പറഞ്ഞാൽ കൂടുതൽ ബാധിക്കും. കാരണം നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോ അവര് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് കയറും. അത് പിന്നീട് വളർന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ലാക്ക് ചെയ്യുന്നു. ഫിയർ, കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെയുള്ള പല പല അവസ്ഥകളിലേക്ക് പോകുന്നത് മെയിൻലി വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള അഫർമേഷൻസ് ആയി മാറുന്ന കമന്റ്സുകളാണ്. ഓക്കെ, അത് ശരിക്കും നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു സയൻസ് തന്നെ, ഒരു സൈക്കോളജി സബ്ജക്റ്റ്, ഒരു വിഷയം തന്നെ ശരിക്കും ഇപ്പോൾ വ്യാപകമായി നമ്മൾ ഹീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒക്കെ മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്രത്തോളം മനസ്സിൽ പതിച്ചോ അത്രയും എത്ര സ്ട്രോങ് ആയി അത് കയറിയോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് പുറത്ത് ചാടാൻ കഴിയൂ. ഓക്കെ, അതുകൊണ്ടാണ് പാരന്റിലിങ്ങിനൊക്കെ വരുമ്പോൾ പ്രത്യേകം പറയുന്നത് ഒരു കാരണവശാലും കുട്ടികളോട് നീയൊക്കെ ഇങ്ങനെ ചെയ്യൂ, നീയൊക്കെ ഇങ്ങനെ ആകൂ, അങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും പറയരുതെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത്. ഓക്കെ, അവർക്ക് തെറ്റുകൾ ഉണ്ടായാൽ അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ മാത്രം അത് കൈകാര്യം ചെയ്യുക. ഒരിക്കൽ പോലും ആ മനസ്സിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് വരുന്ന രീതിയിലുള്ള ഒരു കമന്റ്സുകളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. വളരെ പേരൻസ് ശ്രദ്ധിക്കേണ്ട, ടീച്ചിങ് ഫീൽഡിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, ആ പാർട്ട് ക്ലിയർ ആയല്ലോ. അപ്പോ
നമ്മള് ഇപ്പം ഈ അഫർമേഷൻസിന്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ദാസനും വിജയനുമായിട്ടുള്ള സിനിമ ഉണ്ടല്ലോ. അപ്പൊ അതില് മോഹൻലാല് US പോകും എന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസനും പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ മോഹൻലാലിന് മാത്രമാണല്ലേ അതിന് ആദ്യം ആക്സസ് കൊടുത്തിട്ടുള്ളത് പോകാൻ വേണ്ടി. അപ്പൊ ശ്രീനിവാസൻ അതിൽ അമേരിക്കക്ക് പോകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു കുറെ കാര്യങ്ങളില്ലേ, നമ്മുടെ ഒരു മൈൻഡിലേക്ക് വരാൻ വേണ്ടിയാണ്, ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാം. കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളില്ലേ, ഏകദേശം അതിനോട് സാമ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങൾ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തെറ്റായി ഫീഡ് ചെയ്യപ്പെട്ട ആ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഫർമേഷൻസിന്റെ ഒരു എഫക്റ്റ്. അതില് ശ്രീനിവാസൻ പലതും ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അമേരിക്ക അമേരിക്ക ഇങ്ങനെ പറയുന്ന പല പ്രാവശ്യം പറഞ്ഞു നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സെയിം തിയറിയാണ്. അതങ്ങനെ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും അവസാനം ആൾ അമേരിക്കയിൽ എത്തുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ക്ലൈമാക്സ്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സാണ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. നമ്മൾ അത് ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അവിടെ റീപ്രോഗ്രാം ചെയ്യാണ്. നമുക്ക് നിലവിലുള്ള, നേരത്തെ എക്സാമിന്റെ കാര്യം പറഞ്ഞുള്ള എക്സാമിനോടുള്ള ഫിയർ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈ ഇപ്പൊ ഇഞ്ചക്ഷനൊക്കെ സിസ്റ്റർമാര് സൂചി ഇങ്ങനെ അതില് മരുന്ന് കയറ്റിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോ തന്നെ അയ്യോ ഇഞ്ചക്ഷൻ എന്ന് പറ, അതൊക്കെ നമ്മൾ എന്താ പറയാ മനസ്സിൽ ആദ്യമേ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കത്തക്ക രീതിയിൽ ശക്തമായി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഫർമേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വളരെ എന്താ പറയാ എപ്പോഴും യൂസ് ചെയ്യാം. ഇപ്പൊ മെഡിറ്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യണം, ആ ഒരു അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറെ തയ്യാറെടുപ്പ് മെന്റലി ഫിസിക്കലി ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ സൈഡിൽ വരുന്നുണ്ട്. ദെൻ ഈ അഫർമേഷൻസ് യൂസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരുങ്ങണോ? നമ്മൾ എവിടെ ആയിരുന്നാലും നമുക്കിപ്പോ പറയണമെങ്കിൽ നമ്മുടെ ഓൺ ലാംഗ്വേജിൽ പറയാം. നമുക്ക് ഒരു എന്താ പറയാ പ്രത്യേക സെന്റൻസിൽ ഒരു സ്ട്രക്ചർ പോലും നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൺ ലാംഗ്വേജിൽ ഞാനത് നേടും, എനിക്കിതൊക്കെ ഈസിയാണ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലാംഗ്വേജോട് ചേർത്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് വേർഡ്സ് പോലും അതിൽ ഉണ്ടാവരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം ഒരാള് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എൻ്റെ കടങ്ങളെല്ലാം ഇത്ര 3 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടും, അല്ലെങ്കിൽ ഞാൻ ഇനി കടവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ കടം കടം എന്നുള്ള വാക്കാണ് ശരിക്കും അവിടെ വരുന്നത്. സംഭവം പറയുന്നത് പോസിറ്റീവായിട്ടാണ്, ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമെന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ മൈൻഡ് ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നത് ഈ നെഗറ്റീവ് വേർഡാണ്, കടം. അപ്പം ഈ സാധനം അവിടെ തന്നെ കിടക്കും. ഇത് ഒരു കാലത്തും ഈ ലൂപ്പിൽ നിന്ന് ആള് രക്ഷപ്പെടാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് പകരം ഞാൻ സമൃദ്ധിയിലേക്ക് വരികയാണ്, ഞാൻ എന്താ പറയാ സാമ്പത്തികമായി ഞാൻ സ്റ്റേബിൾ ആവുകയാണ്, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ വളരെ എളുപ്പത്തിൽ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അഫർമേഷൻസ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ അസുഖങ്ങൾ ഒരിക്കലും ആ വാക്ക് പറയരുത്. എന്റെ അസുഖം മാറുകയാണ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ. നമ്മൾ തലവേദന എന്ന് കുറച്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി അതിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും എന്റെ അസുഖം മാറുന്നു, എന്റെ അസുഖം മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യരുത്. പകരം പോസിറ്റീവായിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു, ഞാൻ ഹെൽത്തി ആകുന്നു, ഓക്കെ, അങ്ങനെയുള്ള തിരിച്ച് പോസിറ്റീവ്ലി ആക്കിയിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സാർ ഈ അപ്പൊ ക്യാൻസർ വന്നാലോ? ഓക്കെ, അപ്പോഴും നമ്മൾ ആ ഒരു അതിന്റെ ഒരു സീവിയറിറ്റിയിലേക്ക് നമ്മൾ പോകരുത്. ഞാൻ ഹെൽത്തിയാണ്, ഞാൻ റിക്കവറായി തിരിച്ചു വരും, ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് എൻ്റെ ട്രീറ്റ്മെന്റുകൾ എനിക്ക് ഉപകാരപ്പെടും, എൻ്റെ സെൽസ് അത് പോസിറ്റീവായി എടുക്കും
എന്ന രീതിയിലാണ് അഫർമേഷൻസ് വരുന്നത്. അല്ലാതെ ഈ ഒരു രോഗത്തിന്റെ ആ ഒരു ഭീകരാവസ്ഥയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് സിവിയർ ആവും. ഒരുപാട് സർജൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പേഷ്യന്റിന്റെ ആ ഒരു മനോധൈര്യം കൊണ്ട് ഒരുപാട് പേരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിസിൻ ഒരു റീസൺ ആണ്. മെഡിസിൻ അത് വർക്ക് ആവാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. സയന്റിസ്റ്റുകൾ, സർജൻസ് തന്നെ ഈ ഇത്തരം വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നവർ തന്നെ അത് പ്രൂവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സീവിയറിറ്റി നമ്മൾ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുപോകാതെ തിരിച്ച് അത് പോസിറ്റീവായി നമ്മൾ നേടുന്നു. നമ്മൾ ഓരോ വളരെ എന്താ പറയാ നമുക്ക് സ്ട്രെയിൻ ആക്കുന്ന, സ്ട്രെസ് എടുക്കുന്ന ട്രീറ്റ്മെന്റുകളിലൂടെ പോകുമ്പോൾ പോലും ഇത് എന്നെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സുകളാണ് എന്ന് മൈൻഡിലും സെറ്റ് ചെയ്യുക. അത് അഫർമേഷൻസ് ആയിട്ടും പറയും. അപ്പം ഈസിലി അതിന്റെയൊക്കെ ഓരോ റിഫ്ലക്ഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ പിന്നെ ഒരു കാര്യം, അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇംഗ്ലീഷിൽ പ്രസന്റ് കണ്ടിന്യൂസ് അറിയാലോ. പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈസ് പ്ലസ് ing. അത് മലയാളത്തിൽ നമ്മൾ അധികം ആ ഒരു ടെൻസ് ഇല്ല. നമുക്ക് മലയാളത്തില് ഭൂതം, ഭാവി ഇങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നത്, വർത്തമാനം. ദെൻ ഇംഗ്ലീഷിലാവുമ്പോൾ അതിന്റെ വെറൈറ്റി ഓഫ് ടെൻസ് ഉണ്ട്. അതുകൊണ്ട് അഫർമേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെൻസ് ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു, അങ്ങനെയാണ് അത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ നേടുമെന്നോ പറയുന്നത് ശരിക്കും അഫർമേഷൻസിന്റെ പൂർണ്ണമായ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ദെൻ അടുത്ത ഒരു പാർട്ടാണ് എഴുതുക എന്നുള്ളത്. ഓക്കെ, അഫർമേഷൻസിന്റെ തന്നെ മറ്റൊരു പാർട്ടാണ് എഴുതുക എന്നുള്ളത്. അത് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നു എന്നതിലാണ്, അതിൽ ആ എഴുതുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു സയൻസ് വർക്ക് ചെയ്യുന്നത്. എഴുതുമ്പോൾ തന്നെ നമ്മൾ കാണുന്നു, നമ്മൾ ഈ എഴുതുന്ന ആ ഒരു സെന്റൻസ് നമ്മൾ കാണുകയാണ്. എന്നിലേക്ക് പണം ഒഴുകി വരുന്നു, അല്ലെ എന്നിലേക്ക് ആരോഗ്യം വരുന്നു. അപ്പൊ എഴുതുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ സെന്റൻസ് തന്നെ എഴുതണം കേട്ടോ. അത് അതിന്റെ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതണം എന്നുള്ളതാണ് അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ആ റിപ്പീറ്റേഷനിൽ നമ്മൾ അത് കാണുന്നു. നമ്മൾ ഇനി എഴുതുമ്പോൾ നമ്മുടെ കൈ വർക്ക് ചെയ്യുന്നു, ബോഡി അതിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. നമ്മളത് സെൻസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡും അഫർമേഷൻസിൽ യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു രീതി എന്ന് വെച്ചാൽ നമുക്ക് ടെക്നോളജീസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാം. നമ്മുടെ ഓൺ വോയിസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരാളുടെയും സഹായം വേണ്ട. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ ഒരു തടസ്സം മാറ്റാനുള്ളത്, അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളത് നല്ലൊരു ഇതിൽ പറഞ്ഞ് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് കേൾക്കാമെന്നുള്ളതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സെൽഫ് വോയിസ് കേൾക്കണമെങ്കിൽ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഈ പറയുന്ന ഓരോ ടൂൾസും റിലേറ്റഡ് ആണെന്ന് പറയുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. സെൽഫ് ലവ് ഇല്ലാത്തവർ ഒരുപക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ചിലപ്പോ സ്വന്തം ശബ്ദത്തിന് ആരെങ്കിലും പണ്ടെപ്പോഴോ ഒന്ന് വിമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ടുണ്ടാവും. അത് കിടക്കുന്നത് കൊണ്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കും വരിക സ്വന്തം ശബ്ദം കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവര് ദയവ് ചെയ്ത് സ്വന്തം സൗണ്ടിൽ ചെയ്തിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകരുത്. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സെൽഫ് ലവ് അറ്റൈൻ ചെയ്യാനുള്ള മറ്റു വഴികൾ നമ്മൾ തേടണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ ഇത് തന്നെയാണ്. നമുക്ക് എന്താ പറയാ, മറ്റുള്ള ഏത് രോഗത്തിനും നമുക്ക് വാക്സിൻ എടുക്കാം.
പേപ്പട്ടി കടിച്ചാൽ വാക്സിൻ ഉണ്ട് അല്ലെ, ആന്റി റേബീസ് വാക്സിൻ ഉണ്ട്. പാമ്പ് കടിച്ചാൽ പോലും എന്താ പറയാ, റൈറ്റ് ടൈമിൽ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അങ്ങനെ പല നമുക്ക് സിവിയർ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും മെഡിസിൻ ഉണ്ട്, അത് റിക്കവർ ആകുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു പോയിസൺ ആണ് ഹ്യൂമൻ ബൈറ്റ്. ഓക്കെ, ഈ അഫർമേഷൻസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. ഹ്യൂമൻ ബൈറ്റ്സിലൂടെയാണ് നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരുപാട് നെഗറ്റീവ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കപ്പെടുന്നത്. അവർക്ക് സിമ്പിളാണ്, പറഞ്ഞവരന്ന് തന്നെ മറന്നിട്ടുണ്ടാവാം, അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെ ആ ഒരു പോയിസൺ, അത് ഭയങ്കര എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹ്യൂമൻ ബൈറ്റ്സിനെ പോലും നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പൊ തന്നെ അതിനെ അവര് പറഞ്ഞതല്ല എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുക. അതെല്ലാം അവരുടെ ഒരു ധാരണ മാത്രമാണ്, നമ്മൾ അതിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ക്യാൻസൽ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അഫർമേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് അടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് പവറിലെ ഓരോ ടൂൾസും നമുക്ക് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ വേഗം തിരിച്ചു വരിക, ഏത് ഒരവസ്ഥയിൽ പോയാലും അതിൽ നിന്ന് വേഗം തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റെസിലിയൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോ മൈൻഡ്ഫുൾനെസ്സിനോട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് അത് അഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് മൈൻഡിന്റെ ഒരു പ്ലാസിബോ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതൊരു പഠിക്കാനുള്ള ഒരു സംഭവമാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ആയിട്ടുണ്ട്, നെഗറ്റീവ് ആയിട്ടുണ്ട്. പ്ലാസിബോ നോസിബോ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോ ഒരു വീട്ടിലെ ഒരു ഫുഡ് അടച്ചു വെച്ചിരുന്ന ഒരു ഫുഡ് എന്ന് വെച്ചോ, നമ്മൾ പുറത്തുനിന്ന് വരികയാണ്, നമ്മൾ വന്നിട്ട് നമ്മൾ ജസ്റ്റ് അതെടുത്ത് കഴിച്ചു. ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചത് കണ്ടു, നമ്മൾ വേഗം എടുത്തിട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. നമ്മൾ കഴിച്ച് കുറച്ച് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് പറയാണ്, ഓ ഇതെടുത്ത് കഴിച്ചോ, നമ്മളിത് കഴിക്കുന്ന കാണാം, അതില് ഒരു പല്ലി ചത്ത് വീണിട്ട് അത് മാറ്റി വെച്ചതാണ്, അത് കളയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാനെങ്കിലും എന്തായിരിക്കും? നമ്മൾ ഉടനെ വോമിറ്റ് ചെയ്യും, കേൾക്കുമ്പോഴേ നമ്മൾ വോമിറ്റ് ചെയ്യും. അത് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നം. പിന്നെ അത് പിന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് മാറും, ഫിസിക്കലി യെസ് ആൻഡ് മെന്റലി. ഞാൻ കഴിച്ചല്ലോ യെസ് കഴിച്ചല്ലോ പിന്നെ അതിനെ ക്രിയേറ്റ് ചെയ്ത് യെസ് പ്രോബ്ലംസ് യെസ് വരും. യെസ് ദെൻ ദെൻ ഇപ്പം അയാള് തന്നെ കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ട്, ഓ ഈ പാത്രത്തിൽ നിന്നാണോ കഴിച്ചത്, സോറി മാറിപ്പോയതാണ്, ഞാൻ ഇപ്പുറത്തെ വെച്ചിരുന്ന ഈ സൈഡിൽ വെച്ചിരുന്ന പാത്രത്തിലായിരുന്നു കേട്ടോ ആ പോയിസൺ വീണത്, പല്ലി ചത്ത് വീണത്, ഇത് കുഴപ്പമില്ല, ഇത് ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാലും അത് മാറുമോ? ഇല്ല. കാരണം റിയാലിറ്റിയിൽ നമ്മൾ പോയിസൺ അല്ല കഴിച്ചത്, നമ്മൾ വേസ്റ്റായ ഫുഡ് അല്ല കഴിച്ചത്, അല്ലേ? ഈ പറഞ്ഞ ആൾക്ക് തെറ്റിപ്പോയതാണ്. ദെൻ ഈ നമുക്കുണ്ടായ വൊമിറ്റിങ്ങും ആ ഒരു പോയിസൺ വന്നു എന്നുള്ള ഒരു തളർച്ചയും ആ ഒരു പാനിക് ആവലും അത് മാറുമോ? അത് അപ്പൊ തന്നെ മാറുമോ? ദെൻ ഗ്രാജുവലി അല്ലേ മാറൂ. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് നമ്മളത് മൈൻഡിനെ ബോധ്യപ്പെടുത്തി, ഓക്കെ നീ ഡേഞ്ചറിലല്ല, യു ആർ സേഫ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അതുവരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കും, അല്ലെ? അപ്പം റിയാലിറ്റിയെക്കാളും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പവർ ഓഫ് വേർഡ്സ്, വാക്കുകൾക്കുള്ള പവർ. നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ചും ചില ചില യുദ്ധങ്ങളിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഹിസ്റ്ററിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മരുന്നില്ലാഞ്ഞ സമയത്ത്, കൊടുക്കാനുള്ള ഇഞ്ചക്ട് ചെയ്യാനൊക്കെയുള്ള മരുന്നില്ലാഞ്ഞ സമയത്തൊക്കെ വെറും സോൾട്ട് വാട്ടർ ഇഞ്ചക്ട് ചെയ്തിട്ട് ആർമികളെ വീണ്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം.
കാരണം ഇവര് നോക്കുമ്പോ സിറിഞ്ച് ഉണ്ട്, എന്തോ ഒരു ലിക്വിഡ് അതിലുണ്ട്, ഇഞ്ചെക്ട് ചെയ്യുന്നു, ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ ആണ്. ദെൻ ഇവരുടെ മൈൻഡിൽ മാത്രമാണ് ഈ ഹീലിംഗ് നടക്കുന്നത്. ഇത് ഒരു മെഡിസിനും അല്ല, ഒന്നുമല്ല, വെറും ഉപ്പ് വെള്ളം കൊടുക്കുകയാണ്. അപ്പൊ അവരെ അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ മനസ്സിന്റെ ഈ ഒരു പവർ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് മൈൻഡ് എടുക്കണം. നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ഗെയിൻ ചെയ്യാനുള്ള നമ്മുടെ ഗോളുകളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ ആ ഒരു ക്വാളിറ്റീസ് പല പല സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ ക്വാളിറ്റീസ് ഒന്നുകൂടി എടുത്തു പറയാണ്. ഫൊർഗീവ്നെസ്, എല്ലാവരോടുമുള്ള ക്ഷമ, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാത്തിനോടുമുള്ള നന്ദി, നമുക്കുള്ള ബ്ലെസ്സിങ്സിനോടുള്ള നന്ദി, ദെൻ ലവ്, അൺകണ്ടീഷണലി ഉള്ള ലവ്, സെൽഫിനോടും മറ്റുള്ളവരോടുമുള്ള ഈ യൂണിവേഴ്സിനോടുമുള്ള ലവ് നിറച്ച്, ദെൻ അതിനുശേഷം നമ്മൾ ലെറ്റിംഗ് ഗോ ചെയ്ത് അങ്ങനെയുള്ള ക്വാളിറ്റീസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്ത് നോക്കൂ, നമ്മുടെ ഗോളിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കും. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ ഫീഡ്ബാക്കിനും ഡിസ്കഷന് വേണ്ടിയുള്ള സമയമാണ്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്, ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്. ഫീഡ്ബാക്കിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് സർ. ഫീഡ്ബാക്കിലേക്ക് വരട്ടെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഓഫ് വേർഡ്സ് അഫർമേഷൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. ആക്ച്വലി അഫർമേഷൻ എന്ന് പറയുമ്പം ഫേം, ഫിക്സ് ഇറ്റ് ഇൻ ദ മൈൻഡ് എന്നുള്ള മീനിങ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. പിന്നെ സാറ് നല്ല കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. 2 കുട്ടികളുടെ കാര്യം, അത് എക്സാം ഫോബിയാസിനെ പറ്റി സംസാരിച്ചു. ആ ഫോബിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടി പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു, മറ്റേ കുട്ടി നെഗറ്റീവായിട്ടുമായിരുന്നു. എക്സാമിനെ പറ്റി ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ അൺവാണ്ടഡ് വറീസ് അവിടെ ഉണ്ടായിരുന്നു, മറ്റേ കുട്ടി അത് ഈസി ആയിട്ട് എടുത്തു. ഇത് 2 സ്റ്റുഡൻസ് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് അവർ ചെയ്ത 2 കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും ആ പോസിറ്റീവായിട്ട് പറഞ്ഞ കുട്ടിക്കായിരിക്കും അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക. കാരണം അവനത് ഈസി ആയിട്ട് എടുത്തു, അതുപോലെ അവൻ പ്രിപ്പയർ ചെയ്തു. പിന്നെ സാറ് പറഞ്ഞത് അഫർമേഷന്റെ കാര്യം, നമ്മളുടെയൊക്കെ സ്വയത്തെ നമ്മൾ കണ്ടെത്തുക, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. ഒരിക്കലും നമ്മൾ അഫർമേഷൻ ചെയ്യുന്ന ടൈമിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. പിന്നെ പല സാഹചര്യങ്ങൾ ഇത് നമ്മളിലേക്ക് വരുന്നുണ്ട്. അതായത് പേരൻസ്, ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് ആയാലും നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അതിനാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കണ്ടെത്തി ക്യൂർ ചെയ്തെങ്കിൽ നമുക്കത് ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് അത് പോകും. പിന്നെ സാർ എക്സാമ്പിൾസ് ഒരുപാട് പറഞ്ഞു, ദാസന്റെയും വിജയന്റെയൊക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് നമ്മളൊരു കാര്യം നമ്മൾ അഫർമേഷൻ ചെയ്യുന്ന ടൈമിൽ അത് ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് അവിടെ വരാൻ പാടില്ല, പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. ആ കടം കൊടുക്കുന്ന ആളുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കടത്തിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ ആ വേർഡ് കടം എന്ന് പറയുന്നത് യൂണിവേഴ്സിലോട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ നെഗറ്റീവാണ് കൊടുക്കുന്നത്, നെഗറ്റീവ് വൈബ്രേഷനാണ് കൊടുക്കുന്നത്. ആ നെഗറ്റീവ് വൈബ്രേഷൻ തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ആ കടത്തിൽ നിന്നോ അല്ലെ ആ പ്രോബ്ലത്തിൽ നിന്നോ നമ്മൾ റിക്കവറി ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സാർ പറഞ്ഞു, എന്താ പറയാ, അസുഖം മാറണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറത്തില്ല. പക്ഷെ നമ്മൾ കാരണം ആ വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് വേർഡ് അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ്, ഐ എം ഹെൽത്തി, ഞാൻ ഹെൽത്തി ആണ്, ഐ വിൽ ബി ഓക്കെ, അങ്ങനെ ഒക്കെ, ഐ ഹീൽ. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളിൽ വരുന്നത്. നമ്മൾ എന്ത് പറയുന്നു ആ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മളിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് പറയാം പ്രസന്റ് കണ്ടിന്യൂസിനെ പറ്റി സാർ പറഞ്ഞു. അഫർമേഷൻ കൊടുക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്, ഈസ്, ആർ, ആം പ്ലസ് ING ഫോം ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഐ എം റിക്കവറിങ്, ഐ എം വർക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ റിക്കവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതൊരു ഹീലിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാർ അഫർമേഷൻ റൈറ്റിംഗ് ആയിട്ട് എഴുതാം. പിന്നെ എന്താ പറയാ,
പറഞ്ഞൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് റൈറ്റിങ്ങിൽ നമുക്ക് എഴുതി അഫർമേഷൻ ചെയ്യാം, നമ്മുടെ മനസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഫോണിലാണെങ്കിലും നമ്മളത് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുക. പിന്നെ എന്താ പറയാ, ലോകത്തിലുള്ള ഏത് കാര്യത്തിനും എക്സാമ്പിൾ സ്നേക്ക് ബൈറ്റ് ചെയ്താലോ, പിന്നെന്താ പറയാ, ഈ ഡോഗ് ബൈറ്റ് ചെയ്താലോ ഒക്കെ നമുക്ക് വാക്സിൻസ് ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബൈറ്റ്സിന് വാക്സിൻ ഇല്ല. അതാണ് വെനമസ് വേർഡ്സ് എന്ന് പറയുന്നത്. ആ ഒരാളുടെ പോയിസണസ് ആയിട്ടുള്ള വാക്കുകൾ, അത് നമ്മൾ എപ്പോഴും ഹോണ്ട് ചെയ്യും. അത് നമുക്ക് എങ്ങനെ ഇനി ഇതിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെക്കോർഡ് ബൈ അഫർമേഷൻസ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞേ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യാം. പിന്നെ റെസിലിയൻസിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വേറൊരാൾക്ക് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അവർ മൈൻഡ്. പിന്നെ എന്താ പറയാ, മൈൻഡ്ഫുൾനെസ്, ഇത് സാറ് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. പ്ലാസിബോ എഫക്റ്റ് പറഞ്ഞു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മുടെ പവർ ഓഫ് വേർഡ്സ്. ഞാൻ പറയുന്നു പവർ ഓഫ് വേർഡ്സ് ആർ പവർഫുൾ മോസ്റ്റ്. നമ്മുടെ ഓരോ വാക്കുകളും വളരെ പവർഫുൾ ആണ്. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. പിന്നെ അത് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞത് ആർമി ഫീൽഡിൽ അവർക്ക് സോൾജിയേഴ്സിനാണെങ്കിൽ അന്ന് എന്താ പറയാ, മെഡിസിൻസ് കിട്ടിയില്ലായിരുന്നു, അൺഅവൈലബിലിറ്റി ആണല്ലോ. ആ ടൈമിൽ എന്താണ് അവർ കൊടുത്തത്, അവരറിയാതെ തന്നെ അവരിലേക്ക് വെള്ളം സെറിഞ്ചിനകത്ത് കുത്തി കൊടുത്തു. പക്ഷെ ഇവർ സോൾജിയേഴ്സ് ചോദിച്ചു ഇതെന്താണ്, മെഡിസിൻ തന്നെയാണ് കൊടുക്കുന്നത്. അവർ കൂടുതൽ എനർജറ്റിക് ആയി. എന്ന് വെച്ചാൽ അവരുടെ മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ ഇത് മെഡിസിൻ ആണ് തന്നത്, ഞങ്ങൾ ഇനി എന്താ പറയാ റെജുനേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ഫീൽ. അപ്പൊ അവിടെ ആ മൈൻഡിന്റെ എന്താ പറയാ, അവരുടെ ആ പ്രസൻസ് ആണ്. പിന്നെ അടുത്തത് സാറ് പറഞ്ഞ ഫുഡിന്റെ കാര്യം കുറച്ച് പറഞ്ഞു. 2 ഫുഡ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 2 തരത്തിലെ ഫുഡ് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് അയാൾ കഴിച്ചത് കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ആദ്യം കൊടുത്തതാണ് ആ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനേക്കാളും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് അഫർമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് ടു സെൽഫ് ആൻഡ് അവർ സെൽഫ്, അതേഴ്സ് ഓൾസോ. പിന്നെ എല്ലാം ഫൈനലി സാർ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് then let it go. അങ്ങനെ ചെയ്യാമെങ്കിൽ മാത്രമേ അഫർമേഷൻ വളരെ പോസിറ്റീവായിട്ട് വരും, അതായത് പോസിബിൾ ആയിട്ട് നമുക്ക് വരും. ഇത്രയും കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. താങ്ക് യു സാർ. വളരെ പവർഫുൾ ആയിരുന്നു. കേട്ട് കുറച്ച് ടൈമുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് വെരി പവർഫുൾ. താങ്ക് യു ബെസി മാം. ബെസി മാമിന്റെ ഒരു പ്രത്യേകതയാണ് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കൃത്യമായി ലാസ്റ്റ് വന്ന് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ റീക്യാപ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് മാം പറഞ്ഞുതരും. പിന്നെ ഇടയ്ക്ക് വന്നവർക്കും അത് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മാം പറഞ്ഞുതരും. താങ്ക് യു ബെസി മാം. താങ്ക് യു. താങ്ക് യു ഇനി സാർ. ആരെങ്കിലും ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇനി ആർക്കും പറയാനില്ല? ഇന്ന് ജേക്കബ് സാർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ആർക്കും പറയാനില്ലെങ്കിൽ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ കൂടി ഡെവലപ്പായി വരിക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബ്ലോക്സ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സാറ് ക്ലാസ് നന്നായിരുന്നു, ഈ എന്താ പറയാ, ഈ അപ്രീസിയേഷൻ കൊടുക്കുന്നതിന് ഭയങ്കര എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫീഡ്ബാക്കിൽ കൂടുതൽ ഇപ്പം ബെസി മാമിനൊക്കെ അത്രയും കേപ്പബിൾ ആയതുകൊണ്ട് ബെസി മാം അത്രയും ഇത് പറയും, അതിന്റെ ഒരു ഇത് പറയും, സമ്മറി പറയും, ഓക്കെ, അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയും. ദെൻ ഏറ്റവും ചുരുങ്ങിയത് സാർ ടുഡേസ് ക്ലാസ് ഇങ്ങനെ ആയിരുന്നു, ഓക്കെ എന്ന് പറയാന്നുള്ള ആ വേർഡ്സിനെക്കാളും അത് നമ്മളൊരു ക്വാളിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറണം. ഓക്കെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും എന്നെ അത് ബാധിക്കും എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു ഇതില്ലേ, ആ ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും, ഒരു റീപ്രോഗ്രാമിംഗ് ആയിരിക്കും. ദെൻ അത് നിങ്ങൾക്കൊരു വലിയൊരു വർത്തായിട്ട്, ഇത്ര ആളുകൾ പങ്കെടുത്ത ഒരു സൂം മീറ്റിങ്ങിൽ ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളത്, അത്
ഞാനൊക്കെ ഇങ്ങനെ മൈൻഡ് പവറിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറെ അധികം സ്ട്രെയിൻ എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് എന്തായാലും ഞാൻ ഫീഡ്ബാക്ക് പറയും. ഞാൻ മീൻസ് എന്നിട്ട് ഞാൻ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്ത് ക്യൂവിലാണ് കുറെ ആൾക്കാരുള്ള ഒരു സെഷനിൽ ഹാൻഡ് റൈസ് ചെയ്ത് എന്റെ ഓപ്ഷൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, താങ്ക് യു സാർ, അത്രയാണ് പറയാൻ പറ്റിയത്. ദെൻ ബട്ട് വാ. അതൊരു വലിയൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഓക്കെ, ആ ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ദെൻ എല്ലാവരും പ്രോഗ്രസ്സിലേക്കും നന്മയിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്. നന്ദി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ. നന്ദി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. മാമിന്റെ പ്രസംഗം നല്ല കഴിഞ്ഞ ദിവസവും നല്ല ഇതായിരുന്നു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അനസ് പറഞ്ഞല്ലോ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ കാര്യം, രോഗം വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന്. എൻ്റെ ഒരു സഹോദരൻ അങ്ങനെ, ചിറ്റമ്മയുടെ മോന് മരിക്കുന്നവരെ, മരിച്ചുപോയി 42-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷെ മരിക്കുന്നത് വരെയും അവൻ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ നേടിക്കൊണ്ടിരുന്നത്. കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും എൻ്റെ മോനും വൈഫും കൂടെ വിളിച്ചപ്പോൾ